ഇപ്പോൾ നല്ല ചൂട് സമയമാണ്. ഈ ചൂട് സമയത്ത് നമുക്ക് കൂളായിട്ടുള്ള ഒരു മുഹബത്ത് കാ സർബത്ത് തയ്യാറാക്കാം. വളരെ രുചികരമായിട്ടുള്ള ഈ മുഹബത്ത് കാ സർബത്ത് ഇതിൽ നിന്ന് ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരവും മനസ്സും എല്ലാം തണുക്കും. നമുക്ക് നല്ല ശരീരം, നല്ല എനർജിയും ഉന്മേഷവും എല്ലാം കിട്ടും. ഇത് ഉണ്ടാക്കാനോ വളരെ എളുപ്പമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കുകയും ചെയ്യാം. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി കുറച്ച് തണ്ണിമത്തങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. മധുരത്തിനായി ഇതിലേക്ക് ഞാൻ നറുനീണ്ടി സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യേണ്ട. ഇനി ഇതിലേക്ക് തണുത്ത പാല്, 2 ഗ്ലാസ് തണുത്ത പാല് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാല് കൂടി ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് ജ്യൂസാക്കി എടുക്കണം. ഇനി വേറൊരു പീസ് തണ്ണിമത്തങ്ങ എടുക്കണം. എന്നിട്ട് നമുക്കിതുപോലെ കുഞ്ഞായിട്ട് ഇതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ചെറിയ ചെറിയ പീസായിട്ട് നമുക്കിതുപോലെ ഇങ്ങനെ അതിനൊന്ന് തണ്ണിമത്തങ്ങ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതൊരു ബൗളിലേക്ക് മാറ്റണം. ഇപ്പോൾ നല്ല വേനൽ ചൂടിൻ്റെ സമയമാണ്. ഈ സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ക്ഷീണവും ദാഹവും ഒക്കെ മാറ്റാൻ ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് എനർജി കിട്ടുന്ന ഇതുപോലുള്ള ജ്യൂസുകൾ നമ്മൾ തയ്യാറാക്കി കുടിക്കണം. ഇപ്പോൾ തണ്ണിമത്തങ്ങയും മാങ്കോയൊക്കെ ഒരുപാട് കിട്ടും. ആ സീസണാണ് നമുക്ക്. അപ്പോൾ നമുക്കിതുപോലെ വീട്ടിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുകൾ തയ്യാറാക്കി മക്കൾക്കും കൊടുക്കാം, നമുക്കും കുടിക്കാം. നേരത്തെ നമ്മൾ തണ്ണിമത്തനും തണുത്ത പാലും നറുനീണ്ടി സിറപ്പും കൂടെ ചേർത്ത് അടിച്ചെടുത്ത ജ്യൂസാണ്. ഇത് നമുക്കിതുപോലൊരു ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കസ്കസ് കുതിർത്തത് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. കസ്കസ് നമ്മൾക്ക് ഈ ചൂട് സമയത്ത് ശരീരം തണുക്കുന്നതിനും ധാരാളം ഫൈബറും പ്രോട്ടീനും അടങ്ങിയിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തണ്ണിമത്തൻ്റെ പീസ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി നറുനീണ്ടി സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നറുനീണ്ടി ഈ ചൂട് സമയത്ത് നമ്മുടെ ശരീരത്തിന് നല്ല തണുക്കാൻ നല്ലൊരു വസ്തുവാണ് നറുനീണ്ടി സിറപ്പ്. ഇനി ഇത് നമുക്കിതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് ഐസ് ക്യൂബ് കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മുഹബത്ത് കാ സർബത്ത് തയ്യാറായി. വളരെ രുചികരമായിട്ടുള്ള ഈ മുഹബത്ത് കാ സർബത്ത് കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. എൻ്റെ ചാനൽ വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തണ്ണിമത്തങ്ങ വാങ്ങുന്ന സമയത്ത് നിങ്ങളും ഇതുപോലെ മുഹബത്ത് കാ സർബത്ത് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതല്ല നിങ്ങൾ വേറെ രീതിയിലാണ് ഇത് ജ്യൂസ് അടിക്കുന്നതെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. തുടർന്നും ഞാനിടുന്ന വീഡിയോകൾ കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.